ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിവരുന്ന അതിക്രമങ്ങൾ പുറം ലോകത്തെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിരുന്ന ഖത്തർ ആസ്ഥാനമായ അൽ ജസീറ ചാനലിൻ്റെ 5 ജീവനക്കാരെയാണ് സയനിസ്റ്റ് സൈന്യം കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത്. ഗസയിലെ അൽ ജസീറ റിപ്പോർട്ടർ അനസ് അൽ ഷെരീഫ് ഉൾപ്പെടെയുള്ളവരെയാണ് കൊലപ്പെടുത്തിയത്. ഞായറാഴ്ച വൈകുന്നേരം ഗസ സിറ്റിയിലെ അൽ ഷിഫ ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് പുറത്തുള്ള ടെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഇവർ മരിച്ചത്. അൽ ജസീറ കറസ്പോണ്ടന്റ് മുഹമ്മദ് ഗ്രീഗ, ക്യാമറ ഓപ്പറേറ്റർമാരായ ഇബ്രാഹിം സഹീർ, മുഹമ്മദ് നൗഫൽ, മോമിൻ അലിവ എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ മറ്റ് 2 ഫലസ്തീനികളും അടക്കം 7 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 28-കാരനായ അനസ് അൽ ഷെരീഫ് അൽ ജസീറ അറബിക്കിന്റെ ലേഖകനാണ്. ഗസ സിറ്റിയിൽ നിന്നുള്ള വാർത്തകൾ പതിവായി റിപ്പോർട്ട് ചെയ്തു വരുന്നതിനാൽ ചാനലിന്റെ പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞ മുഖങ്ങളിൽ ഒന്നാണ് ഇദ്ദേഹത്തിൻ്റെത്. കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് പോലും വടക്കൻ ഗസയിലെ ഇസ്രായേൽ അതിക്രമം അനസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന വീഡിയോയിൽ ഓറഞ്ച് വെളിച്ചത്തിൽ ഇരുണ്ട ആകാശം പ്രകാശിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ തീവ്രമായ മിസൈൽ ബോംബിങ്ങിന്റെ ഉച്ചത്തിലുള്ള മുഴക്കം കേൾക്കാമായിരുന്നു. ഏതു സമയവും മരിക്കുമെന്ന് ഉറപ്പായിരുന്ന അനസ് തന്റെ മരണശേഷം പ്രസിദ്ധീകരിക്കുന്നതിനായുള്ള ഒരു സന്ദേശവും എഴുതി വെച്ചിരുന്നു. വേദനയുടെ എല്ലാ നിമിഷങ്ങളിലും ജീവിച്ചു, ദുഃഖവും നഷ്ടവും ആവർത്തിച്ച് ആസ്വദിച്ചു. എന്നിട്ടും നിശബ്ദരായവർക്കും ഞങ്ങളുടെ കൊലപാതകം അംഗീകരിച്ചവർക്കും ഞങ്ങളെ ശ്വാസം മുട്ടിച്ചവർക്കും ദൈവം സാക്ഷിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളച്ചൊടിക്കലോ തെറ്റായ അവതരണമോ ഇല്ലാതെ സത്യം അറിയിക്കാൻ ഞാൻ ഒരിക്കലും മടി കാണിച്ചില്ല, അനസ് പറയുന്നു. ഭാര്യ ബയാനെ പിരിയേണ്ടി വന്നതിലും മക്കളായ സലാഹും ഷാമും വളരുന്നത് കാണാത്തതിലും അനസ് സന്ദേശത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുന്നുണ്ട്. കൊലപാതകങ്ങളെ പത്രസ്വാതന്ത്ര്യത്തിനെതിരായ നഗ്നവും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുമായ മറ്റൊരു ആക്രമണമെന്നാണ് അൽ ജസീറ മീഡിയ നെറ്റ്വർക്ക് പ്രസ്താവനയിൽ വിശേഷിപ്പിച്ചത്. ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ആക്രമണത്തിന്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്കിടയിലാണ് ഈ ആക്രമണം ഉണ്ടാക്കുന്നത്. ഇത് സിവിലിയന്മാരെ നിരന്തരമായി വധിക്കുന്നതിനും നിർബന്ധിത പട്ടിണിക്കും മുഴുവൻ സമൂഹങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നതിനും സാക്ഷ്യം വഹിച്ചു. ഗസയിലെ ഏറ്റവും ധീരനായ പത്രപ്രവർത്തകരിൽ ഒരാളായ അനസ് അൽ ഷെരീഫിനെയും സഹപ്രവർത്തകരെയും വധിക്കാനുള്ള ഉത്തരവ് ആസന്നമായ ഗസ പിടിച്ചെടുക്കലും അധിനിവേശവും തുറന്നുകാട്ടുന്ന ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള ശ്രമമാണ്. അന്താരാഷ്ട്ര സമൂഹത്തോടും പ്രസക്തമായ എല്ലാ സംഘടനകളോടും നടന്നുകൊണ്ടിരിക്കുന്ന ഈ വംശഹത്യ തടയുന്നതിനും മാധ്യമപ്രവർത്തകരെ മനഃപൂർവ്വം ലക്ഷ്യമിടുന്നത് അവസാനിപ്പിക്കുന്നതിനും നിർണായക നടപടികൾ കൈക്കൊള്ളാൻ അൽ ജസീറ ആവശ്യപ്പെട്ടു. ആക്രമണത്തെ UN ഉൾപ്പെടെയുള്ള സംഘടനകളും അപലപിച്ചിട്ടുണ്ട്. പതിവ് പോലെ ഹമാസ് ബന്ധമുയർത്തി അൽ ജസീറ ജീവനക്കാരന്റെ കൊലയെ ന്യായീകരിച്ചാണ് ഇസ്രായേൽ രംഗത്തെത്തിയത്. ഹമാസിലെ തീവ്രവാദ സെല്ലിന്റെ തലവനായി സേവനമനുഷ്ഠിച്ചുവെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. എന്നാൽ അനസിനൊപ്പം കൊല്ലപ്പെട്ട മറ്റു മാധ്യമപ്രവർത്തകരെയൊന്നും സൈന്യം പരാമർശിച്ചുമില്ല. യുദ്ധത്തിലുടനീളം അന്താരാഷ്ട്ര പത്രപ്രവർത്തകരെ ഗസയിലേക്ക് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാൻ ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല. പല മാധ്യമ സ്ഥാപനങ്ങളും കവറേജിനായി ഗസക്കുള്ളിലെ പ്രാദേശിക റിപ്പോർട്ടർമാരെയാണ് ആശ്രയിക്കുന്നത്. 2023 ഒക്ടോബറിൽ ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം 186 പത്രപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി മാധ്യമപ്രവർത്തകരെ സംരക്ഷിക്കുന്നതിനുള്ള സമിതി സ്ഥിരീകരിച്ചിട്ടുണ്ട്.